Hello everyone. Today we are going to learn about how to implement breadth first search using Python. Breadth first search. BFS is a graph traversal algorithm that explores a graph level by level. അതായത് BFS എന്ന് പറയുന്നത് ഒരു ട്രാവേഴ്സൽ അൽഗോറിതമാണ്. അവിടെ ലെവൽ ബൈ ലെവൽ ആയിരിക്കും ഓരോ നോട്ട്സിനെയും വിസിറ്റ് ചെയ്യുന്നത്. ഇറ്റ് വിസിറ്റ്സ് ഓൾ ദ നിയറസ്റ്റ് നോട്ട്സ് ഫസ്റ്റ് ദെൻ മൂവ്സ് ടു ദ നെക്സ്റ്റ് ലെവൽ. അതും അടുത്തടുത്തുള്ള നോഡുകളെ വിസിറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും നെക്സ്റ്റ് ലെവലിലുള്ള നോട്ട്സിനെ വിസിറ്റ് ചെയ്യുന്നത്. ഇറ്റ് വിസിറ്റ്സ് ഓൾ നെയ്ബേഴ്സ് ഫസ്റ്റ് ദെൻ ഗോ ഡീപ്പർ. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫസ്റ്റ് നമുക്ക് 0 കാണാൻ പറ്റുന്നുണ്ട്. സോ 0 ആണ് ഇവിടുത്തെ സ്റ്റാർട്ടിംഗ് നോഡ്. അതിനുശേഷം ഇത് 1ലേക്ക് പോകുന്നു, ദെൻ 2, ദെൻ 3, 4, 5, 6, 7 ഈ ഒരു പാത്താണ് അതിന്. സോ ആദ്യം ഇത് 0, അതിനുശേഷം 1, അതിനുശേഷം അതിൻ്റെ നെയ്ബേഴ്സ് ആയിട്ടുള്ള എല്ലാ നോട്ട്സിനെയും വിസിറ്റ് ചെയ്തതിന് ശേഷമാണ് അതിൻ്റെ ഡീപ്പർ ലെവലിലേക്ക് പോകുന്നത്. ഓക്കെ, ഇനി ഒരു പ്രോഗ്രാമിൻ്റെ ലോജിക്ക് പൈത്തണിൽ BFS ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ഒരു പ്രോഗ്രാം ലെവലിൽ നമുക്ക് എങ്ങനെ ചിന്തിക്കാമെന്ന് നോക്കാം. സ്റ്റാർട്ട് ഫ്രം എ ഗിവൺ നോഡ്. ആദ്യം നമുക്കൊരു നോഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ പ്രീവിയസ് കേസ് നോക്കുവാണെങ്കിൽ നമുക്കവിടെ 0 കൺസിഡർ ചെയ്യാം. ഇപ്പോൾ 0 ആണ് അവിടുത്തെ സ്റ്റാർട്ടിംഗ് നോഡ്. അപ്പോൾ 0 ആണ് അവിടുത്തെ സ്റ്റാർട്ടിംഗ് നോഡ്. ദെൻ വിസിറ്റ് ദ നോഡ് ആൻഡ് മാർക്ക് ഇറ്റ് ആസ് വിസിറ്റഡ്. അപ്പോൾ ആ നോഡ് നമ്മൾ വിസിറ്റഡ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. അതിനുശേഷം അതിനെ വിസിറ്റഡ് എന്ന് മാർക്ക് ചെയ്യാം. പുട്ട് ഇറ്റ് ഇൻ ടു ദ ക്യൂ. നെക്സ്റ്റ് ആ ഒരു വിസിറ്റ് ചെയ്ത നോഡിനെ നമ്മളൊരു ക്യൂവിൽ ഇൻസേർട്ട് ചെയ്യാം. റിമൂവ് എ നോഡ് ഫ്രം ദി ക്യൂ. അതിനുശേഷം ആ ഒരു നോഡിനെ, ഇപ്പോൾ നമ്മുടെ ക്യൂവിലുള്ളത് ഇപ്പോൾ സ്റ്റാർട്ടിംഗ് നോഡ് തന്നെയാണ്, ആ സ്റ്റാർട്ടിംഗ് നോഡിനെ ക്യൂവിൽ നിന്ന് റിമൂവ് ചെയ്യുക. ദെൻ വിസിറ്റ് ഓൾ ഇറ്റ്സ് അൺവിസിറ്റഡ് നെയ്ബേഴ്സ്. ആ റിമൂവ് ചെയ്ത ക്യൂവിൽ നിന്നും നമ്മൾ പോപ്പ് ഔട്ട് ചെയ്തെടുത്ത നോഡിൻ്റെ എല്ലാ നെയ്ബേഴ്സിനെയും, അൺവിസിറ്റഡ് ആയിട്ടുള്ള നെയ്ബേഴ്സിനെ വിസിറ്റ് ചെയ്യുക. അതിനുശേഷം ആ നെയ്ബേഴ്സിനെയും കൂടി എന്ത് ചെയ്യുക, ക്യൂവിലേക്ക് ആഡ് ചെയ്യുക. ആഡ് ദോസ് നെയ്ബേഴ്സ് ടു ദി ക്യൂ. റിപ്പീറ്റ് അണ്ടിൽ ദി ക്യൂ ബിക്കംസ് എംറ്റി. ക്യൂ എംറ്റി ആവുന്നത് വരെ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. ദെൻ ഫൈനലി നമുക്ക് ആ ഒരു പാത്ത്, അതായത് BFSൻ്റെ ആ ഒരു പാത്ത് നമുക്ക് കിട്ടും. സോ നമുക്കിനി പ്രോഗ്രാമിലേക്ക് കടക്കാം. ഓക്കെ, VS കോഡ് ഓപ്പൺ ചെയ്തു. VS കോഡ് ഓപ്പൺ ചെയ്യാം. ഇനി ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുക, ഒരു പൈത്തൺ ഫയൽ ക്രിയേറ്റ് ചെയ്യുക, സേവ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് അത് നമുക്ക് ഫ്രം കളക്ഷൻസിൽ നിന്നും ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതായത് ഫ്രം കളക്ഷൻസിൽ നിന്നും ക്യൂവിനെ ഇമ്പോർട്ട് ചെയ്യുക. സോ ഈ ക്യൂ നമുക്ക് ഈ ഒരു BFS ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ആവശ്യമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ക്യൂവിനെ ഇമ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് നമുക്ക് ആ ഒരു ഗ്രാഫിനെ നമുക്കിവിടെ ഡിഫൈൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാൻ ഗ്രാഫ് എന്ന് പറയുന്നൊരു നെയിം കൊടുത്തു. അതിനുശേഷം കേളി ബ്രേസസ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇതിനുള്ളിൽ നമ്മുടെ ഗ്രാഫിൻ്റെ എലമെൻറ്റ്, ഞാൻ A എന്ന് പറയുന്ന ഒരു നോഡ്, സോ A ആണ് ഫസ്റ്റ് നോഡ് എന്ന് പറയുന്നത്. അതിനുശേഷം സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ ഞാൻ B കൊടുത്തു, C കൊടുത്തു. സോ ഈ ഒരു ഇത്രയും കാര്യം എന്താണ് മീൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ, A എന്ന് പറയുന്ന നോഡിൻ്റെ നെയ്ബേഴ്സ് എന്ന് പറയുന്നത് Bയും Cയുമാണ്. അതായത് A എന്ന് പറയുന്ന നോഡിന് Bയും Cയുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ട് എന്നാണ് ഈ ഒരു ലൈൻ സൂചിപ്പിക്കുന്നത്. ദെൻ അതുപോലെ തന്നെ അടുത്ത നോഡ് നമുക്ക് കൊടുക്കാം. ഓക്കെ, ഞാൻ ഇങ്ങനെ ഒരു ഗ്രാഫ് ഡിഫൈൻ ചെയ്ത് കൊടുത്തു. സോ നിങ്ങൾക്ക് ഇതുപോലെ ഇഷ്ടമുള്ള ഒരു ഗ്രാഫ് ഡിഫൈൻ ചെയ്ത് കൊടുക്കാം. ഞാനിങ്ങനെ ഒരു ഗ്രാഫ് ഡിഫൈൻ ചെയ്തു. ഇനി നമുക്ക് BFSനെ ഒരു ഫംഗ്ഷനായിട്ട്, ഒരു ഫംഗ്ഷനുള്ളിൽ നമുക്ക് ആ കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതാം. സോ നമുക്ക് അതേ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. സോ BFS എന്നാണ് ഞാൻ ആ ഫംഗ്ഷന് നെയിം കൊടുക്കുന്നത്. അതിന് നമുക്ക് അതിനുള്ളിൽ പാരാമീറ്റേഴ്സ് ആയിട്ട് ഗ്രാഫ് സ്റ്റാർട്ട് എന്ന് കൊടുക്കാം. സോ നമുക്കിവിടെ ഗ്രാഫ് ഓൾറെഡി നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ട് എന്ന് വെച്ചാൽ ഒരു സ്റ്റാർട്ടിങ് എലമെൻറ്റ്. ഓക്കെ, ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു നോഡ്. ഓക്കെ, ഇനി നമുക്ക് ആദ്യം കുറച്ച് കാര്യങ്ങൾ ഡിഫൈൻ ചെയ്യാം. ഇതിനുള്ളിൽ വിസിറ്റഡ് ടു, സോ നമ്മളിങ്ങനെ കൊടുത്തേക്കുന്നത് നമ്മളിവിടെ ഒരു empty സെറ്റ് ക്രിയേറ്റ് ചെയ്തതാണ്. വിസിറ്റഡ് എന്ന നെയിമുള്ള ഒരു empty സെറ്റ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തു. നെക്സ്റ്റ് നമുക്കൊരു ക്യൂ ക്രിയേറ്റ് ചെയ്യാം. സോ ക്യൂ ഈക്വൽസ്
ഡി ക്യൂ ഓഫ് ഒരു സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ സ്റ്റാർട്ട് എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പം ഈ ഒരു ലൈൻ മീൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ക്യൂ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഒരു സ്റ്റാർട്ട് നോഡിനെ നമ്മൾ എന്ത് ചെയ്യുക, ക്യൂവിലേക്ക് ഇൻസേർട്ട് ചെയ്തുകൊണ്ട് ഒരു ക്യൂ ക്രിയേറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് നമുക്കൊരു എം ടി ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഓർഡർ എന്ന് പറയുന്ന ഒരു എം ടി ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓക്കെ നമ്മളെല്ലാം ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് നോഡിനെ നമ്മൾ വിസിറ്റ് ചെയ്തതിന് ശേഷം അതിനെ മാർക്ക് ആസ് വിസിറ്റഡ്, എന്നിട്ട് അതിനെ ക്യൂവിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. ഓക്കെ, അതിനുശേഷം അതിനെ റിമൂവ് എ നോഡ് ഫ്രം ദി ക്യൂ. അതിനുശേഷം അതിൻ്റെ അൺവിസിറ്റഡ് ആയിട്ടുള്ള നെബേഴ്സിനെല്ലാം വിസിറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് അതേ സ്റ്റാർട്ടിംഗ് നോഡിനെ നമുക്ക് വിസിറ്റഡിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, നമ്മൾ വിസിറ്റഡ് എന്ന് കൺസിഡർ ചെയ്യുന്നതുകൊണ്ട് വിസിറ്റഡ് ഡോട്ട് ആഡ്, അതിനുള്ളിൽ സ്റ്റാർട്ട് എന്ന് കൊടുക്കാം. സ്റ്റാർട്ട് മീൻസ് ആദ്യത്തെ സ്റ്റാർട്ടിങ് എലമെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയായി. ഇനി നമ്മൾ ഈ ഒരു എലമെൻറ്റിനെ നമ്മൾ വിസിറ്റഡ് എന്ന് പറയുന്ന സെറ്റിലേക്ക് നമ്മൾ മാറ്റി. ഇനി നമ്മൾ ഈ എലമെൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു നോഡിൻ്റെ എല്ലാ നെയ്ബേഴ്സിനെയും നമ്മൾ കൺസിഡർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ലൂപ്പ് തുടങ്ങാം. വൈൽ ക്യൂ, അപ്പോൾ ക്യൂ എം ടി ആവുന്നത് വരെ ഈ ഒരു ലൂപ്പ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. സോ ഇവിടെ നമുക്ക് ഒരു ഇപ്പം ഓരോ നെയ്ബറിനെ വിസിറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ നോഡ് എന്ന് പറയുന്ന ഒരു വേരിയബിളിലേക്ക് ഞാൻ ക്യൂ ഡോട്ട് ഓഫ് ലെറ്റ് എന്ന് കൊടുക്കുന്നു. സോ ഇതെന്ന് വെച്ചാൽ നമ്മൾ ക്യൂവിലുള്ള ഒരു ഫസ്റ്റ് എലമെൻറ്റിനെ നോഡിലേക്ക് നമ്മൾ പോപ്പൗട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് ഈ ഒരു നോഡിനെ നമുക്ക് ഓർഡർ എന്ന് പറയുന്ന എം ടി ലിസ്റ്റിലേക്ക് പ്ലേസ് ചെയ്യാം. പിന്നെ അപ്പൻ ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ഈ ഓർഡർ എന്ന് പറയുന്നത് ആ ഒരു പാത്ത്, അതായത് ഏത് എങ്ങനെയാണ് ആ പോകുന്നതെന്നുള്ള ഒരു പാത്താണ് നമ്മളിവിടെ ഓർഡർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ ഓരോ നെയ്ബേഴ്സിനെ നമുക്ക് എടുക്കണം. അതിന് വേണ്ടിയിട്ട് എഗെയിൻ ഒരു ലൂപ്പും കൂടെ വേണം. അതിന് ഫോർ ഫോർ നെയ്ബർ ഇൻ ഗ്രാഫ് ഓഫ് നോഡ്, അതിനുള്ളിൽ ആ ഒരു നെയ്ബറിനെ വിസിറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ഇഫ് നെയ്ബർ നോട്ട് വിസിറ്റഡ് എങ്കിൽ അതിനെ നമ്മൾ വിസിറ്റഡ് ആക്കുക. വിസിറ്റഡിലേക്ക് അതിനെ ആഡ് ചെയ്യണം. ഇവിടെ നോട്ട് ഇൻ ഉണ്ട്, നോട്ട് ഇൻ വിസിറ്റഡ്, ദെൻ വിസിറ്റഡ് ഡോട്ട് ആഡ് ആ ഒരു നെയ്ബറിനെ വിസിറ്റഡിലേക്ക് ആഡ് ചെയ്യാം. ദെൻ ക്യൂവിലേക്ക് ആ ഒരു നെയ്ബറിനെ അപ്പൻഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ക്യൂവിലേക്ക് ആ ഒരു നെയ്ബറിനെ നമ്മൾ അപ്പൻഡ് ചെയ്തു. എഗെയിൻ ഈ ഒരു നെയ്ബർ എന്ന് പറഞ്ഞൊരു നോഡ് ക്യൂവിലുണ്ട്. സോ എഗെയിൻ ഈ ലൂപ്പ് കണ്ടിന്യൂ ചെയ്യും. അങ്ങനെ ഓരോ നോഡിൻ്റെയും നെയ്ബേഴ്സിനെ എല്ലാം വിസിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ദെൻ ഫൈനൽ നമുക്ക് റിട്ടേൺ ചെയ്യണം. നമ്മുടെ ഓർഡർ നമുക്ക് റിട്ടേൺ ചെയ്ത് കിട്ടണം. അതിനുവേണ്ടി ഞാൻ റിട്ടേൺ ഓർഡർ എന്ന് കൊടുക്കുന്നു. സോ നമ്മുടെ ഫംഗ്ഷൻ ഇപ്പോൾ ഇവിടെ എഴുതി കഴിഞ്ഞ് നമുക്കിത് പ്രിൻ്റ് ചെയ്യാം. അതിനുവേണ്ടി BFS ഓർഡർ കൊടുത്തു. അതിനുശേഷം നമുക്ക് ഫംഗ്ഷനെ കോൾ ചെയ്യാം. BFS ഓഫ് ഗ്രാഫ് എന്ന് തന്നെ കൊടുക്കുക. ദെൻ നമ്മുടെ സ്റ്റാർട്ടിങ് നോഡെന്ന് പറയുന്നത് ഇവിടെ A ആണ് ഞാൻ കൊടുത്തേക്കുന്നത്. സോ A എന്ന് കൊടുക്കുന്നു. അതിനുശേഷം ഇത് റൺ ചെയ്ത് നോക്കാം. നമുക്കിത് റൺ ചെയ്ത് നോക്കാം. സേവ് ചെയ്യാം. ദെൻ ടെർമിനൽ എടുക്കാം, ന്യൂ ടെർമിനൽ. ഇവിടെ ആ ഒരു പൈത്തൺ നെക്സ്റ്റ് പ്രോഗ്രാം നെയിം .py എൻ്റർ കൊടുക്കുക. ഇപ്പോൾ ഇവിടെ നോക്കുക BFSൻ്റെ ഓർഡർ ABCDF എന്ന ആ ഒരു ഓർഡർ കാണാനായിട്ട് പറ്റും. സോ ഇങ്ങനെ പൈത്തൺ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈസി ആയിട്ട് BFS ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും.